ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ പ്രക്ഷുബ്ധമായ തൻ്റെ മനസ്സിനെ നിസ്സംഗമായ മുഖഭാവത്തിൽ ഒളിപ്പിച്ച തപോമയുടെ അച്ഛനും, നമുക്കൊക്കെ അപരിചിതമായ ആ പ്രാചീന ചിഹ്നലിപികളും, അഭയാർത്ഥികൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന തപോമയുമൊക്കെ വായനയ്ക്കൊടുവിലും നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കും. ഈ പുസ്തകത്തിൻ്റെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ആഖ്യാന ശൈലിയാണ്. ലളിതവും മനോഹരവുമായ ഭാഷ. മനുഷ്യർ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില ജീവിതാനുഭവങ്ങളുണ്ട്. ആരോടെങ്കിലും അത് പറയുമ്പോൾ ആ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്ന് തോന്നും. അത് ചിലപ്പോൾ വേദനകൾ മാത്രമായിരിക്കും നമുക്ക് സമ്മാനിക്കുക. ഞാനൊന്നും മിണ്ടിയില്ല. അവൾ ജനാലയിലൂടെ കാർക്കിച്ചു തുപ്പി. അതുവഴി അവൾ എൻ്റെ ജീവിതത്തെ പുറത്തു കളയുകയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുഞ്ഞിനെയും എടുത്ത് പതുക്കെ 3 നിലകളും ഇറങ്ങി നടന്നുപോയി. അന്നു മുതൽ ആ പഴയ മഴയുടെ ഇരമ്പം ഞാൻ വീണ്ടും കേട്ടു. എൻ്റെ കൂടാരങ്ങൾ അതിൽ ചോർന്നൊലിക്കുകയും ഞാൻ നനഞ്ഞു കുതിരുകയും ചെയ്തു. ഇടയ്ക്കെല്ലാം ആ ചോദ്യത്തിൻ്റെ ഇടിമുഴക്കങ്ങളുണ്ടായി. തോണിയിലിരുന്ന് നീ അയാളെ കണ്ടുവോ? ആ മഴ പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പെയ്തൊഴിയുന്നുണ്ടായിരുന്നില്ല. ചില നിമിഷത്തെ സ്വാർത്ഥതകൾ, തീരുമാനങ്ങളൊക്കെ നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുക ഒരിക്കലും മറന്നു വയ്ക്കാനാവാത്ത ചില വേദനകളിലേക്കായിരിക്കും. അവനവനിലേക്ക് മാത്രമായി ചുരുങ്ങി നിൽക്കേണ്ടുന്നവ. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് എഴുതി വെച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന, ശാന്തമായി ഒന്ന് ഉറങ്ങാൻ കൊതിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നോ നമുക്ക് ചുറ്റിലും. അങ്ങനെ നിഗൂഢ രഹസ്യത്തെ പേറി നടന്ന തപോമയുടെ അച്ഛൻ. മണ്ണിൽ വേരാഴ്ന്നു പോയ ഒരു ചെടി മാറ്റി നടപ്പെടുമ്പോൾ അത് എത്ര വേഗമാണ് വാടിപ്പോകുന്നതല്ലേ. അതുപോലെ തന്നെ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോകേണ്ടി വന്ന നിസ്സഹായരായ കുറച്ച് മനുഷ്യർ. അങ്ങനെ എത്രയോ മനുഷ്യരുടെ ജീവിതമാണെന്നോ ഈ പുസ്തകം പറയുന്നത്. മഴകൾ പോലെയാണ് ചില സങ്കടങ്ങൾ, ആകുലതകൾ. അവ തീർന്നു പോകുന്നതേയില്ല. ഇടയ്ക്കൊന്ന് ശമിക്കുമെങ്കിലും പിന്നെയും ആർത്തുലച്ചു പെയ്യും. ഹൃദയരഹസ്യങ്ങളുടെ തോരാത്ത മഴയും പേറി നടക്കുന്ന മനുഷ്യരുടെ ജീവിതം പറയുന്ന പുസ്തകമാണ് തപോമയുടെ അച്ഛൻ.